ശ്രദ്ധേയമായ വേഷങ്ങൾ ഏതൊക്കെയായിരുന്നു? പിന്നെ മൈലാഞ്ചിയിൽ, മണിയറയിൽ. മൈലാഞ്ചിയിലാണ് നമ്മുടെ കോളേജിലെ ഗോൾ അടിച്ചു. അതുപോലുള്ള വേറൊരു പാട്ടും ഫേമസ് ആയല്ലോ, ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആ പാട്ട്. എന്താണ്? കണ്ടില്ലേ 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 പെണ്ണൻ സൈന്യം കണ്ടില്ലേ, അത് മാന്യ മഹാജനങ്ങളെ ഏറ്റിയ പോകും. അതും ഞാൻ രസിച്ച് ചെയ്തൊരു പാട്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ് ഫീലിംഗ്. അതിന്റെ ക്യാരക്ടറായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത്. പക്ഷെ പെണ്ണുങ്ങളെ ഇങ്ങനെ വാരി നടക്കുന്ന കോളേജ് സ്റ്റുഡൻറ്റ്. സോ ഇറ്റ് വാസ് വെരി ഈസി. അതുകൊണ്ട് അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യാൻ വളരെ സുഖമായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴേ വളരെ ഇറ്റ് വാസ് സോ ഈസി. അതുപോലെ തന്നെ മഴ നിലാവിലൊരു പാട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം മീശ എടുത്ത് കളഞ്ഞൊരു പെൺവേഷം കെട്ടി മെഡിക്കൽ കോളേജിൽ മീശയ്ക്ക് ഒരു ആശ എന്നെല്ലാം പറഞ്ഞോണ്ട് ഒരു പാട്ടുണ്ടല്ലേ, വീണം അവക്കൊരു മീശ, വീണം അവൾക്കൊരു മീശ, കോളേജ് ബ്യൂട്ടിക്ക് ഒരു ആശ. അങ്ങനെ ആ പാട്ട് എനിക്ക് ഭയങ്കര, ആ ടൈമിൽ ഈ പാട്ടുകളെല്ലാം വന്നുകൊണ്ടിരുന്നു. ആൻഡ് സോ ഐ വാസ് ക്ലൈംബിങ് ദ സക്സസ് ലാഡർ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ ചെയ്ത് പിന്നെ ഹിമം ഉണ്ടായിരുന്നു. അപ്പം അത് കൂടുതൽ ഒരു ഫൈറ്റിംഗ് റോളായിരുന്നു. അതിൽ ഫാദറുണ്ട്, ഞാനുണ്ട്, ശങ്കറുണ്ട്. അന്നത്തെ ഒരു ടോപ്പ് സ്റ്റാറാണ് ശങ്കറും. ഞങ്ങളെല്ലാം കൂടെ ചെയ്യായിരുന്നു. സോ ഞങ്ങൾ ആസ് ബ്രദേഴ്സ്, ഫാദർ ആൻഡ് 2 സൺസ്, അങ്ങനെയാണ് പോണത്. ഇറ്റ് ഈസ് യാദോം കി ബറാത്തിൻ്റെ റീമേക്ക്. അപ്പം ഞങ്ങൾ കാശ്മീരിലായിരുന്നു കൂടുതൽ, ഡയറക്റ്റഡ് ബൈ ജോഷി. അതിൽ നല്ല പാട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ അന്ന് ഐ വാസ് എ ബ്ലാക്ക് ബെൽറ്റ് കറാട്ടെ പഠിച്ചുകൊണ്ട് കോളേജ് ഡേയ്സ് അല്ലാതെ പഠിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇറ്റ് വാസ് ഈസി. അപ്പോൾ എനിക്ക് സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. സ്റ്റണ്ട്, റേസിങ്, കുതിര, ഇതെല്ലാം ഭയങ്കര ക്രേസായിരുന്നു. സോ ഇതിൽ ഫുൾ കറാത്തെ ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമായി ചെയ്യാൻ. ഐ വാസ് എൻജോയിങ് ഡൂയിങ് ദ സ്റ്റണ്ട് സീൻസ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് നല്ല അപ്ലോസും ഉണ്ടായിരുന്നു അന്നെല്ലാം. സോ ആ പടത്തിൽ നമ്മൾ സ്റ്റണ്ടായിരുന്നു കൂടുതൽ. സ്റ്റണ്ടും ഡിസ്കോ ഡാൻസിങ്ങും അങ്ങനെയെല്ലാം പോകുമായിരുന്നു. ഡാൻസിങ് ഈസി ആയിരുന്നില്ലേ? ഡാൻസിങ് വാസ് ഈസി ബിക്കോസ് ഞാൻ കൂടുതലും പാർട്ടി ഗോവറായിരുന്നു ഡ്യൂറിങ് മൈ കോളേജ് ഡേയ്സ്. ഞങ്ങൾ എല്ലാ രാത്രിയും ഡിസ്കോ ഫ്ലോറിൽ തന്നെ അവിടെ മദ്രാസിൽ ഡ്യൂറിങ് കോളേജ് ഡേയ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ പാർട്ടീസ് ഞങ്ങൾ നടത്താറുണ്ട്. സോ ഓൾ ദിസ് വാസ് ഫൺ. അപ്പോൾ മാമാടെ കൂടെ, മാമാടെ മകനായിട്ട് തന്നെയല്ലേ അതിനകത്ത് വന്നത്? അതിൽ വന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കേണ്ട സീനുകളൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? അതിനു മുമ്പേ ഒരു പടമുണ്ട്, ഇവൻ ഒരു സിംഹം. അവിടെയാണ് ഞങ്ങൾ രണ്ടും കൂടെ ഫേസ് ടു ഫേസ് വരുന്നത് ആദ്യമായിട്ട്. അതൊന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പം ഐ വാസ് ലിറ്റിൽ നെർവസ് ഫ്രാങ്ക്ലി. അത് ഫാദർ വേഗം സെൻസ് ഔട്ട് ചെയ്തു. ഇവന് കുറച്ച് പേടിയുണ്ടല്ലോ എൻ്റെ മുമ്പ് നിന്നിട്ട് ഡയലോഗ് പറയാം. അപ്പോൾ പയ്യ അന്ന് ഡയറക്റ്റഡ് ബൈ സുരേഷ് എന്ന് പറഞ്ഞൊരു എഡിറ്റർ സുരേഷ് ഉണ്ട്. പുള്ളിയെ സൈഡിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അവൻ്റെ ക്ലോസപ്സ് മാത്രം ഇട്, പിന്നെ എൻ്റെ ഇട്, അങ്ങനെ മാച്ച് ചെയ്യും. ഇപ്പോൾ ഉടനെ രണ്ടുപേരും കൂടെ ഒറ്റ ഫ്രെയിമിൽ കയറ്റണ്ട, ലെറ്റിംഗ് ഗെറ്റ് യൂസ് ടു ദ തിങ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചേരം എടുത്തിട്ട് ദെൻ ലഞ്ച് ബ്രേക്കിൽ യു വാസ് ടെല്ലിങ് മീ. അതിലും അച്ഛനും മകനുമായിട്ട്. അതിലും അച്ഛനും മകനായിട്ട്. പിന്നെ ലഞ്ച് ബ്രേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, സി ഐ എം ജസ്റ്റ് അനദർ സ്റ്റാർ, അത്ര വിചാരിച്ചാൽ മതി, നോട്ട് യുവർ ഫാദർ ഹിയർ. യു ബ്ലെൻഡ് ഇൻ ടു ദ ക്യാരക്ടർ, ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ, എന്നിട്ട് ബിഹേവ് ലൈക്ക് ദാറ്റ്. അല്ല നീ ഞാനാണെന്ന് പറഞ്ഞു ആ പേടിയോടെ നിന്നാൽ എനിക്ക് കാണാം നിന്റെ മുഖത്ത്, അത് തന്നെ സ്ക്രീനിലും കാണും. അതുകൊണ്ട് അപ്പൊ ശരിക്കും അപ്പൊ റിയൽ ലൈഫിലും ആ ഒരു പേടി മാമാടുത്തുണ്ടായിരുന്നു അല്ലേ? പേടിയെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡ്യൂ ടു ഔട്ട് ഓഫ് റെസ്പെക്ട് ഉണ്ട്, അല്ലാതെ മറ്റേ പേടിയില്ല. ബിക്കോസ് ഹി ഈസ് വെരി ഈസി ഗോയിങ് ടൈപ്പ്. അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആണ് ഫോർ ദ റൈറ്റ് റീസൺസ്, അല്ലാതെ സ്ട്രിക്റ്റ് ഒന്നുമല്ല. സോ റെസ്പെക്റ്റിലാണ് ഞങ്ങളെല്ലാം കൂടുതലും പേടി. അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും പുള്ളി വരുമ്പോൾ എടുത്താടി ഓടണം ഞാൻ കണ്ടിട്ടുണ്ട്.